നമസ്കാരം. കഥാകഥന സാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം നിങ്ങളോട് പറയുന്നത് പണ്ടോറയുടെ പെട്ടി എന്ന കഥയാണ്. ഒരു ചെറിയ പെട്ടി, അതിൽ ഒളിച്ചിരുന്നത് ലോകത്തിൻ്റെ മുഴുവൻ ദുഃഖങ്ങളും. ഒരു നിമിഷത്തിൻ്റെ കൗതുകം മനുഷ്യരുടെ ജീവിതം അപ്പാടെ മാറാൻ കാരണമായി. ഇതാണ് ഗ്രീക്ക് പുരാണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കഥകളിലൊന്ന്, പണ്ടോറയുടെ പെട്ടി. ഗ്രീക്ക് ദേവന്മാർ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ അവർ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചിരുന്നു. രോഗമില്ല, വേദനയില്ല, ദുഃഖമില്ല. പക്ഷെ ദേവന്മാരുടെ രാജാവായ സ്യൂസിന് മനുഷ്യർ അധിക ശക്തി നേടി ശക്തരാകുമോ എന്ന ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു പദ്ധതി തയ്യാറാക്കി, മനുഷ്യർക്കായി ഒരു സമ്മാനമയക്കാൻ. ദേവന്മാർ ചേർന്ന് അതിസുന്ദരിയായ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അവളുടെ പേര് പണ്ടോറ. ഓരോ ദേവനും അവൾക്ക് ഒരു പ്രത്യേക ഗുണം നൽകി: സൗന്ദര്യം, ബുദ്ധി, ആകർഷണം, കൗതുകം. അവൾക്കൊപ്പം ഒരു പെട്ടിയും നൽകി, ഒരു മുന്നറിയിപ്പോടെ: ഈ പെട്ടി ഒരിക്കലും തുറക്കരുത്. പണ്ടോറ ആ പെട്ടി നോക്കി. ദിവസങ്ങൾ കടന്നുപോയി. അവളുടെ മനസ്സിൽ ഒരേ ചിന്ത: അകത്തെന്തായിരിക്കും? കൗതുകം ദിനേന വളർന്നു. അവൾക്ക് അത് തുറക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം അവൾ പെട്ടി തുറന്നു. അപ്പോഴാണ് ഭീകരമായത് സംഭവിച്ചത്. രോഗം, ദുഃഖം, അസൂയ, വേദന, ഭയം ഇവയെല്ലാം കാറ്റ് പോലെ പുറത്തേക്ക് പറന്നു. ലോകം ആദ്യമായി കഷ്ടത അനുഭവിച്ചു. ഭയന്ന് പണ്ടോറ പെട്ടി വേഗം അടച്ചു. പക്ഷേ അവൾ അടച്ചപ്പോൾ ഒന്നു മാത്രം അകത്ത് ബാക്കി നിന്നു: പ്രതീക്ഷ. എത്ര കഷ്ടത വന്നാലും മനുഷ്യരെ മുന്നോട്ട് നയിക്കുന്നത് പ്രതീക്ഷയാണ്. പണ്ടോറയുടെ പെട്ടി നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: കൗതുകം മനുഷ്യൻ്റെ സ്വഭാവമാണ്. അത് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷേ എത്ര ഇരുട്ട് വന്നാലും ഒരു ചെറിയ പ്രതീക്ഷ മതി, ജീവിതം മുന്നോട്ട് തന്നെ പോകും. എല്ലാ അപകടങ്ങളും ക്ഷണിച്ചു വരുത്തുന്ന മനുഷ്യൻ്റെ പ്രവൃത്തിയെ പണ്ടോറയുടെ പെട്ടി തുറക്കൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ കഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ്.